നമ്മൾ ഇവിടെ ഉണ്ടായ ബ്ലാസ്റ്റിന്റെ ഒഫീഷ്യൽ മജിസ്റ്റീരിയൽ എൻക്വയറി ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഒരുപാട് പേരുടെ മൊഴിയെടുക്കാനുണ്ട്. നമ്മൾ ഇന്ന് സൈറ്റ് വിസിറ്റാണ് നടത്തിയത്. പ്രിലിമിനറി ആയിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. നമ്മൾ എന്തായാലും ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നതാണ്. എല്ലാ രേഖകളും പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രധാന പരിഗണന എന്ന് പറയുന്നത് ഇവിടെ അപകടം ഉണ്ടാവാനിടയായ സാഹചര്യം, അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നോ, എങ്ങനെയാണത് അവിടെ ഒരു തീപിടുത്തത്തിലേക്ക് അത് നയിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത്. പിന്നെ നമുക്ക് അതിന്റെ സൈഡായിട്ട് ഇവിടെ ഉണ്ടായ നമ്മുടെ നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുപ്പും അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ ഇങ്ങനത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടെ പരിഗണനയിൽ വരുന്നുണ്ട്. നാശനഷ്ടങ്ങൾ വളരെ വലുതാണല്ലോ, ഇതിൽ എങ്ങനെ ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടം കരുതുന്നത്? നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു മീറ്റിംഗ് ഇന്ന് വെച്ചിട്ടുണ്ട് വൈകുന്നേരം. അപ്പം അതിലൊരു നമുക്ക് ഒരു ധാരണയിൽ എത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ 2 ആഴ്ചയ്ക്കകം സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഇല്ല, ഇവർക്ക് നമ്മളുടെ അറിവിൽ ഇതുവരെ എവിടെ നിന്നും ഒരു പെർമിറ്റും ഇല്ല, ഒരു പെർമിഷൻ ഇല്ല. അവർക്ക് അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, സ്റ്റോർ ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ ഒന്നിനുള്ള ലൈസൻസ് കോൺട്രാക്ടറോ അമ്പലോ എടുത്തതായിട്ട് നമ്മുടെ അറിവിലില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വീഴ്ച വന്നതായിട്ട് നമുക്ക് പറയാൻ പ്രൈമ ഫേസ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ പൊളിക്കേണ്ടതാണെങ്കിൽ നമുക്കത് പൊളിച്ചു മാറ്റേണ്ടതുണ്ട് അപകടം ഒഴിവാക്കാൻ. അതും ഇന്നത്തെ മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതെ, ഞാൻ അവിടെ പോയി കുറച്ച് അടുത്തുള്ള വീടുകൾ ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്കൊരു ഇന്ന് തീരുമാനമാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഈ ആദ്യത്തെ ദിവസം വെടിക്കെട്ട് നടത്തിയല്ലോ, അതിലിപ്പോ വരുന്നത് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആ ലൈസൻസ് ഉണ്ടാകാത്ത അവസ്ഥയിലും വെടിക്കെട്ട് നടന്നു. സ്വാഭാവികമായിട്ടും മറ്റ് അധികാരികളുടെ മുന്നിലൂടെയാണ് ഇത് നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ തടയാൻ? നമ്മൾ ഓൾറെഡി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടാണ് അറിയുന്നത്. നമുക്ക് വേണമെങ്കിൽ തടയാമല്ലോ, പോലീസിന് അനുമതി ഇല്ലാതെ. അതെ, അതും നമ്മൾ അന്വേഷിക്കുന്നതാണ് എന്തായാലും തീർച്ചയായിട്ടും.